എല്ലാ കാലത്തും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പാകിസ്ഥാൻ പൂർണ്ണമായി തന്നെ ഇല്ലാതാകുമെന്ന് വിദേശകാര്യ വിദഗ്ധരും യുദ്ധവിദഗ്ധരുമെല്ലാം പറയുകയാണ്. അതിനിടയിലാണ് ബാബ രാംദേവ് ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ പൂർണ്ണമായി തന്നെ നശിക്കും, തൻ്റെ ഗുരുകുലങ്ങൾ ലാഹോറിലും കറാച്ചിയിലും സ്ഥാപിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കൃത്യമാണോ? അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടാവാം സ്ഥാപിക്കണമെന്ന്. പക്ഷേ യുദ്ധത്തിലേക്ക് ഇനി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഈ പറഞ്ഞത് സംഭവിക്കും. എന്താണെന്ന് വെച്ചാൽ ആകെ 6 ദിവസത്തേക്ക് പട്ടാളത്തെ ഇറക്കിക്കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ചെയ്യാൻ, അവരെ നിലനിർത്താൻ ചിലവുണ്ടല്ലോ, ആ ചിലവ് മാത്രമേ പാകിസ്ഥാൻ്റെ കയ്യിലാകുള്ളൂ. ഇപ്പോൾ തന്നെ 6 ദിവസം കഴിഞ്ഞു. 22-ാം തീയതി തുടങ്ങിയ ടെസ്റ്റിലാണ്. ഈ 6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തീർന്നു. 6 ദിവസവും കഴിഞ്ഞ് പിന്നെ 4 ദിവസവും കൂടെ കഴിഞ്ഞു, 4 അല്ല 5 ദിവസവും കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ യാതൊരു വിധമായിട്ടുള്ള ചെലവിനും പണമില്ലാതെ ക്ലേശിക്കുകയാണ് ആ രാഷ്ട്രം. അതിൻ്റെ കൂടെ നമ്മുടെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്ന അതിർത്തി ഗാന്ധി ഇവിടെ സ്ഥലമായ ബലൂചിസ്ഥാൻ, അവർ ഇന്ത്യയോട് കൂറുള്ളവരായിരുന്നു. സൈന്യത്തെ ഉപയോഗിച്ച്, ശക്തി ഉപയോഗിച്ച് സൈനികമായിട്ട് അവരെ അടിച്ചമർത്തി പിടിച്ചടക്കുകയാണ് ബലൂചിസ്ഥാൻ. കംപ്ലീറ്റ് തിരിഞ്ഞിരിക്കുക. ബലൂചിസ്ഥാനിൽ ഇപ്പോൾ പാകിസ്ഥാന് യാതൊരു സ്വാധീനവും ഇല്ല. പട്ടാളക്കാർക്ക് പോലും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, ചൈനക്കാർക്ക് കടക്കാൻ പറ്റില്ല. ആ ഒരവസ്ഥയാണ്. ഗോത്ര വിഭാഗക്കാരാണ്, വളരെ ശുദ്ധ ചതിയന്മാരല്ല പാകിസ്ഥാനികളെപ്പോലെ, ശുദ്ധ സത്യസന്ധന്മാരായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ അടിച്ചമർത്താൻ പണം വേണ്ടേ? അതൊരു വഴിക്കൂടെ. പിന്നെ നമ്മൾ സിന്ധു നദിയുടെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. ചിനാബ് നദിയിലെ വെള്ളം ബാബ്ലിഹാർ അണക്കെട്ട് നമ്മൾ കൂടുതൽ ഉയർത്തിക്കൊണ്ട് ആ ഒഴുക്കങ്ങ് തടഞ്ഞു. നമുക്ക് അനുകൂലമായിട്ട് വെള്ളം ഇങ്ങോട്ട് കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങി. ആ ഒരു അവസരത്തിൽ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് നിലച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഔദാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കൃഷിയൊക്കെ വറ്റി വരലാൻ തുടങ്ങുക. കുറച്ച് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ വീണ്ടും സാമ്പത്തിക ഭീഷണി. ആകെ ഇപ്പോൾ പാകിസ്ഥാനുള്ള ഒരു ആശ്വാസം ലോക ബാങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന $1.3 ബില്യൺ ആ തുക കിട്ടാൻ വേണ്ടിയിട്ട് പിച്ചപ്പാളയുമായിട്ട് ലോക ബാങ്കിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. അത് നേരെ ഒരു പാര ഇന്ത്യ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ധനമന്ത്രി അവിടെ പോയിട്ട് ഇത്രയും തുക പാകിസ്ഥാന് കൊടുക്കാൻ പാടില്ല, ആ രാജ്യം ഇത് വകമാറി തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യക്കെതിരെ യുദ്ധം നടത്താനും വേണ്ടി ഉപയോഗിക്കും എന്ന് നിർമ്മല വെങ്കട്ടരാമൻ അവരെ ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയെപ്പോലൊരു രാഷ്ട്രം നൽകുന്ന മുന്നറിയിപ്പ് വളരെ തീരെ അവഗണിച്ച് തള്ളാൻ കഴിയില്ല അവർക്ക്. കാരണം വലിയൊരു രാഷ്ട്ര സാമ്പത്തിക ശക്തിയാണ്. ഇപ്പോൾ 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ അടുത്തതായിട്ട് 4-ാം സ്ഥാനത്തേക്ക് പോവും, ജർമ്മനിയെ പിന്തള്ളും, ജപ്പാനെ പിന്തള്ളും. അടുത്തത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജർമ്മനിയെ പിന്തള്ളി 3-ാം സ്ഥാനത്തെത്താൻ പോവുകയാണ്. ഇത് ലോകബാങ്കിൻ്റെ കണക്കാണ്. അപ്പോൾ അങ്ങനൊരു രാഷ്ട്രത്തെ തള്ളിക്കളയാൻ ലോകബാങ്കിന് ഒരിക്കലും കഴിയില്ല. സാമ്പത്തിക ശക്തികളെ അവർക്ക് നോക്കിക്കണ്ടേ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾക്കിടയിൽ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 6-7 ദിവസത്തോളം പാകിസ്ഥാനെ അതിർത്തിയിൽ പിടിച്ചിട്ടു. അതോടുകൂടി തന്നെ ആ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നതിൻ്റെ എല്ലാം ഇളകിക്കഴിഞ്ഞു. നട്ടും ബോൾട്ടും എല്ലാം പോയ ഒരു സാമ്പത്തിക സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. എല്ലാം ചെയ്തു കഴിഞ്ഞു. യുദ്ധത്തിന് സമാനമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ആ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു. ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ശവപ്പെട്ടിയിലടക്കി അവസാനത്തെ ആണിയും കൂടെ അങ്ങ് അടിച്ചാൽ തീർന്നു. ഇത്രയേ ഉള്ളൂ ഏടാകൂടം, വേറൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ പറയും തീവ്രവാദികളെ കിട്ടി. തീവ്രവാദികളിൽ ഒരാളിപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് നമ്മളറിയുന്നു, കാശ്മീരിൽ തന്നെയുള്ള ഒരു അരുവിയിൽ. അപ്പോൾ അവിടെയും കാര്യമായിട്ടൊന്നും ചെയ്തില്ല. മറ്റുള്ളവരും മണ്ണിനടി പട്ടിണി കിടന്ന് എത്തുകയാണ്, ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ബങ്കറിനുള്ളിൽ എത്ര നാൾ ആഹാരം കിട്ടും? അവിടെ ഇരുന്ന് അവർ ശവമായി കാണും. അവരുടെ ശവമടക്കം കഴിഞ്ഞിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇന്ത്യയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ മാത്രം അങ്ങോട്ട് അടിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടിലായിരിക്കും ഇന്ത്യ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ യുദ്ധം തുടങ്ങി വെച്ചിട്ടില്ല. യുദ്ധം തുടങ്ങിയപ്പോൾ അവർ തുടങ്ങി വെച്ചു, അത് നമ്മൾ അവസാനിപ്പിക്കുന്നു. അത്രയും നമ്മുടെ കർമ്മമായിട്ട് ഇനി അവശേഷിക്കുന്നുള്ളൂ. ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഒന്നും ചെയ്യാതെ ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ വിജയം. 5 പൈസ പോലും നമുക്ക് മുടക്കില്ലാതെ കാര്യങ്ങളെല്ലാം ഭദ്രമായിട്ട്
തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ബാബ രാംദേവിന്റെ പ്രസ്താവന എങ്ങനെ നോക്കിക്കാണുന്നു? ബാബ രാംദേവ് ചുമ്മാ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറയും. അദ്ദേഹം ഇവിടെ പോയി കണ്ടിട്ടൊന്നുമില്ല. അദ്ദേഹം യോഗയുടെ ആചാര്യനാണ്. യോഗയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കത് കാര്യമുണ്ട്. അല്ല, പാകിസ്ഥാനിൽ പോയി ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ആവേശം കൊണ്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അത് നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ മിക്കവാറും ഇദ്ദേഹത്തിന് അതിനു മുമ്പ് തന്നെ യുദ്ധം ചെയ്യാതെ തന്നെ കയറാം. അതാണ് ഞാൻ പറഞ്ഞത്. ലാഹോറിലും കറാച്ചിയിലുമൊക്കെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ആശ്രമങ്ങൾ സ്ഥാപിക്കാൻ പറ്റും. ഇനി പാകിസ്ഥാനികളെ കുറച്ച് സമാധാനമുള്ളവരായിട്ട് വിവരമുള്ളവരായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. കുറച്ച് സമനിലയുള്ളവരായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ മനചാഞ്ചല്യമില്ലാത്തവരായിട്ട് വട്ടുപിടിക്കാത്തവരായിട്ട് വളർത്തിയെടുക്കും. സ്ഥിതപ്രജ്ഞതയുള്ളവരായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ആ സ്ഥിതപ്രജ്ഞത ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ചാട്ടുളി പ്രയോഗങ്ങൾക്കും ഭീകരാക്രമണങ്ങൾക്കും ഒക്കെ ആ രാജ്യം തുലയുന്നത്. മനോനില വിട്ടുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പുലർത്തിക്കൊണ്ട്. ആ അന്ധവിശ്വാസം ആദ്യം തകർക്കണം. ആ അന്ധവിശ്വാസം തകർന്നു കഴിയുമ്പോൾ തന്നെ ഈ ഭീകരവാദമൊക്കെ ഇല്ലാതാവും. ആ അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഈ ഭീകരവാദം ജനിക്കുന്നത്. അത് തമ്മിലുള്ളൊരു കണക്റ്റുണ്ട്. ആ കണക്റ്റ് തകർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ബാബ രാംദേവിനെ പോലുള്ളവർക്ക് തീർച്ചയായിട്ടും പറ്റിയ ഒരു മേഖലയുമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഈ കോൺഗ്രസ് പറയുന്നത് കുറേ നാളുകളായി, ഒരാഴ്ചയിലധികമായി കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായിട്ട് എന്നിട്ടും എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നത്. കോൺഗ്രസ് ഇത് തിരിച്ചടക്കിയ മുംബൈയിലെ ഭീകരാക്രമണം നടന്ന അത്രയും ക്രൂരമായ ഒരു കൊലപാതകം, പച്ച ജീവനുള്ളവരെ വെടിവെച്ച് നടു റോഡിലിട്ട് ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനത്ത് വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂരമായ ഒന്ന് ചെയ്തപ്പോൾ എന്താ കോൺഗ്രസ് ചെയ്തു? എന്തെങ്കിലും ചെയ്തു? ഒരു ചുക്കും ചെയ്തില്ല. ഒരു കുന്തവും ചെയ്യാത്തവർ ഇപ്പോൾ ഇരുന്ന് എന്താ ചെയ്യാത്തത്? നേരത്തെ തന്നെ മോദി പറഞ്ഞല്ലോ, നമ്മൾ ഇത് പട്ടാളത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അതിൻ്റെ സമയം, സ്ഥലം, സന്ദർഭം ഇതെല്ലാം തീരുമാനിക്കുന്ന പട്ടാളത്തിന് വിട്ടുകൊണ്ട് മോദി പോയി ചെയ്യണമെന്ന് പറഞ്ഞാൽ മോദി എന്താ അങ്ങോട്ട് പോയിട്ട് ഒരു റോക്കറ്റ് ലോഞ്ചർ കൊണ്ട് അങ്ങോട്ട് പോയി റോക്കറ്റ് വെച്ച് ചെയ്യണം. ഇത് വിവരത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്ന് നല്ല വിവരമുള്ള ആൾക്കാരാണ് ഇന്ത്യൻ പട്ടാളം. അല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിലിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ടോ? റോബർട്ട് വാദ്ര ഏത് യുദ്ധം ചെയ്തിട്ട് ഹരിയാനയിലെ കുരുക്ഷേത്ര ഭൂമിയിൽ പോയിട്ടുണ്ട്. അത് വസ്തു വാങ്ങിക്കാനായിരുന്നു, യുദ്ധം ചെയ്യാനായിരുന്നില്ല. പ്രിയങ്ക ഗാന്ധി എന്ത് യുദ്ധം ചെയ്തു? സോണിയാഗാന്ധി ഇറ്റലിയിൽ ഏത് പറ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു. എന്ത് ചെയ്തു? അതോ പിന്നെ അവിടുത്തെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് പോയി? ഒന്നുമില്ലല്ലോ. ചുമ്മാ ഇല്ല. അവരവരുടെ മേഖലയിൽ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവർ വേണ്ട പോലെ ചെയ്യും. അത് ഇപ്പോൾ യുദ്ധം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഒന്നും ചെയ്യാതെ കഴിവുകെട്ട് ഇന്ത്യയിലെ ആൾക്കാരെ, നിരപരാധികളെ കുഴിച്ചു മൂടിയ ആൾക്കാർ, കൊല്ലാൻ അനുവദിച്ച ആൾക്കാർ, സിഖ് കലാപം ഉണ്ടാക്കി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന ആൾക്കാർ, നമ്മുടെ ഏറ്റവും ശൗര്യമുള്ള പട്ടാളക്കാരും സിഖുകാരായിരുന്നു. ആത്മവീര്യം തകർത്ത ആൾക്കാർ ഇന്ന് വാചകടിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇന്ത്യ തകരണമെന്നല്ല, നന്നാവണം നിങ്ങൾക്ക് വാസ്തവത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ഇന്ത്യ തകരണം, അതുവഴി മോദി പുറത്തു പോകണം, അങ്ങനെ ഞങ്ങൾക്ക് കയറി ഭരിക്കണം, എന്നിട്ട് ഞങ്ങളുടെ അഴിമതികൾ കുഴിച്ചു മൂടണം. ഇതിനല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ദേശീയതയൊന്നും ഈയിടെ പറഞ്ഞു രാഹുൽ ഗാന്ധി രാമൻ മിത്താണ് എന്ന് പറഞ്ഞാൽ രാമൻ മാത്രം മിത്ത്, അദ്ദേഹം പുറത്ത്, ബാക്കിയുള്ള എല്ലാം സത്യസന്ധമായിട്ടുള്ള ദൈവങ്ങൾ വന്നു. ഇതുപോലെ വിവരദോഷികളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ത്യയുടെ എന്ത് ആത്മാർത്ഥതയാണ് അവർക്കുള്ളത്? ഇന്ത്യൻ സംസ്കാരത്തോട് ഒരല്പമെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ, മഹാത്മാഗാന്ധിയോട് അല്പം ബഹുമാനം. ഈ രാഹുൽ ഗാന്ധി യഥാർത്ഥ ഗാന്ധിയനാണെന്ന് തോന്നുന്നു. കാരണം ഗാന്ധിജിയുടെ സ്വപ്നമാണല്ലോ ഈ കോൺഗ്രസ് പിരിച്ചുവിടുക എന്നത്. ഇനി എന്തായാലും രാഹുൽ ഗാന്ധിയോട് കൂടി തന്നെ കോൺഗ്രസ് പിരിച്ചുവിടേണ്ടി വരും. കാരണം ഇത്തരം രാമനെ കുറിച്ചുള്ള അനാവശ്യമായ പരാമർശങ്ങൾ, ഇന്ത്യയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് പറയാൻ. ഈ രാമനെ ഉൾപ്പെടെ എന്തിനാണ് അദ്ദേഹം ഈ അനാവശ്യമായ പരാമർശം നടത്തുന്നത്? ഗോഡ്സെ അദ്ദേഹത്തെ കൊന്നത് താങ്കളുമായിട്ട് ഞാൻ വിയോജിക്കുന്നുവെന്ന് മുമ്പ് ഇന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ തൊഴുതുകൊണ്ടുമാണ്. അത് നമുക്ക് നേർക്കുനേരുള്ള ഒരു സംഭവം. ഇതങ്ങനെയല്ല. ഗാന്ധിയുടെ പേര് വെച്ചുകൊണ്ട് അഴിമതി നടത്തുക, അതാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. മരിച്ചു കിടക്കുന്ന ആളിനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഗാന്ധിജിയുടെ പേരും വെച്ചുകൊണ്ട് അഴിമതി നടക്കുക, റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുക, ഇങ്ങനെ വെച്ചു കൂട്ടുക, നാഷണൽ ഹെറാൾഡിൻ്റെ പണം സ്വന്തം ഫണ്ടിലേക്ക് മാറ്റിയെടുക്കുക, ഇതുപോലെയൊക്കെ ഗാന്ധി എന്നുള്ള പേരും ആ പേരും കോൺഗ്രസിൻ്റെ പേരും ദുരുപയോഗം ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ ഹത്യ എന്ന് പറയുന്നത്? ഏറ്റവും വലിയ ഹത്യ അതല്ലേ? ഗാന്ധി, നെഹ്റു ആ പാരമ്പര്യത്തെ ഹത്യ ചെയ്യുന്നവരല്ലേ ഇത്? ഇല്ലാതാക്കുന്നവരല്ലേ ഇത്? പിന്നെ യുദ്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് വേണ്ടത് ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയാം. നിങ്ങളുടെ നിർദ്ദേശം വേണ്ട, സഹായം വേണ്ട. അത് പിന്നെ വെറുതെ കിടന്ന് ഇത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ അതിനേക്കാൾ ശക്തമായിട്ട് ചെയ്യും ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇന്ദിരാഗാന്ധി ചെയ്തു, BJP ആണെന്ന് സഹായിച്ചു, എതിർത്തൊന്നും പറഞ്ഞില്ല. ഇതിപ്പോൾ ചുമ്മാ കിടന്ന് തരികിട കളിക്കുകയാണ്. ഞങ്ങൾ ആയിരുന്നെങ്കിൽ ഇത് ഉലുത്തിക്കളഞ്ഞു. ഈ മനുഷ്യനാണ് പോയി കാശ്മീരിൽ പോയിട്ട് ആ ഭീകരവാദിയെ കണ്ടപ്പോൾ എനിക്ക് അവൻ്റെ കണ്ണിൽ കണ്ണീരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അയാളെ പോയി കെട്ടിപ്പിടിക്കാൻ പോകുന്നത്. അവന്മാരാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത്. ഖലീമയെല്ലാം ഒന്ന് അറിയിച്ചുകൊണ്ട് ഇസ്ലാം അല്ലാത്ത ആൾക്കാരെയൊക്കെ തെരഞ്ഞു വിളിച്ച് കൊന്നത്.
ഇയാൾ അന്ന് പോയി ഇയാളെ കണ്ടുകൊണ്ട് വഴി നിന്ന ആളാണ് കൊന്നത്. ഇയാളാണ് ഇവർക്കെല്ലാം വളം വെച്ച് സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണെന്ന് പറഞ്ഞ് അവർക്ക് വളം വെച്ച് കൊടുക്കുകയും ശരിക്കും ഇന്ത്യക്കെതിരായിട്ട് പാര വെച്ചുകൊണ്ടിരിക്കുകയും ലോകരാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരായിട്ട് വിദ്വേഷം വളർത്തുകയും ചെയ്യുന്ന വ്യക്തി. റോബർട്ട് വാദ്ര എന്താ പറഞ്ഞത്? റോബർട്ട് വാദ്ര പറഞ്ഞത് ഇന്ത്യയെ അവർ ഈ ഓരോരോ വഖഫ് നിയമമൊക്കെ വരുന്നത് കണ്ട സങ്കടം കൊണ്ട് ചെയ്തു പോയതാണ്. അയ്യോ എന്തൊരു കഷ്ടം സഹതാവ്. നിങ്ങളുടെ കുടുംബം തന്നെ ഈ രാജ്യത്തിന് പാരയാണ്, ഈ ദേശത്തിന് പാരയാണ്, ഭീകരവാദികൾക്ക് വളവും. നിങ്ങൾ ആദ്യം നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്.